Hey guys, welcome back to our channel Volu. We only live once. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ നാട്ടിലാണ്. കഴിഞ്ഞൊരു 1.5 months ആയിട്ട് ഞാൻ നാട്ടിലുണ്ട്. ടുഡേ ഈസ് മൈ സെക്കൻഡ് ലാസ്റ്റ് ഡേ. നാളെ ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു കഴിഞ്ഞ ഒരു 1.5 മാസം. അപ്പോൾ ഇന്നിപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്ത് പോയി ചെയ്യാനുണ്ട്. അപ്പം ഒരു കുറച്ച് ഇവൻറ്റ്ഫുൾ ഡേ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ റെഡിയാണ്. ഇപ്പോൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഞങ്ങൾ ഉടനെ ഇറങ്ങും. ഞാനും കൊച്ചേച്ചിയും എൻ്റെ ചേച്ചിയും മാത്രമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി ഒരു ഹെയർ കളറിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. ജെറിക്കാണ് ചെയ്യുന്നത്. ഞാൻ മേ ബി ഒന്ന് ഹെയർ കട്ട് ചെയ്യും, തീരുമാനിച്ചിട്ടില്ല. എൻ്റെ ഒരു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞാൻ തീരുമാനിക്കത്തുള്ളൂ. അപ്പം മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണാം. അടിപൊളി കോഫി, ജെറി ഇട്ട കോഫിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഞാൻ കുറച്ച് ചിക്കൻ കറിയും കൂടെ എടുത്തു. എനിക്ക് ഇഡ്ഡലി ചിക്കൻ കറി കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ്? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പറാ. നീ എന്താ ഇഡ്ഡലിയും ചിക്കൻ കറി എടുക്കാത്ത? എനിക്ക് രാവിലെ ഇറച്ചി പോലത്തെ കഴിക്കണം. അങ്ങനെ പറയാതെ ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും ചമ്മന്തി. Are you excited for the haircut and hair? I'm scared. I'm actually scared. I'm anxious. I can't feel any happy feelings. Let's see. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ 5 പേരും കുറേ നാൾ കൂടി ഒന്നിച്ചുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഫോൺ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും എന്നൊക്കെ പറഞ്ഞാലും ഒന്നിച്ച് താമസിക്കുന്ന ആ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് കുറേ നാളായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വെല്ലേച്ചി ആക്ച്വലി പൂനെയിൽ സെറ്റിൽഡ് ആണ്. ഒരാഴ്ച മുമ്പേ വെല്ലേച്ചി തിരിച്ചു പോയി. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് എനിക്ക് നിങ്ങളെ വെല്ലേച്ചി ഒന്ന് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത പ്രാവശ്യം ആട്ടെ. ഇതൊരു സ്ലോ മോർണിംഗ് ആയിരുന്നു. എനിക്കും കൊച്ചേച്ചിക്കും പുറത്ത് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിക്കാനിരുന്നു. അപ്പയും മമ്മിയും പെതുക്കെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇഡ്ഡലിയും ചിക്കൻ കറിയൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ദേ ഇറങ്ങായി. ഫൈനലി ഓടിപ്പിടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഹായ് ജെറി. ഞങ്ങള് തിരുവല്ല രാമഞ്ചിറയുള്ള റാസിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. 10 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ 11 മണിയായി. എത്ര നേരം എടുക്കും അവിടെ എത്താൻ? 10-15 മിനിറ്റ് ആണ് യൂഷ്വലി. പിന്നെ എന്റെ കൂടെ ഒരു 10-40 മിനിറ്റ് അമ്മ എടുത്തില്ലെങ്കിലേ ഉള്ളൂ. ചുമ്മാ ആണ് ഗൈസ്, സൂപ്പർ ഡ്രൈവറാണ്. അപ്പം ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും 2-3 മണിക്കൂറിൽ 4-5 മണിക്കൂറെല്ലാം പോസ്റ്റ് ആക്കാനാണ് ഇവിടെ കൊണ്ടുവന്നു. ശരി. ആ സമയം കഴിയുമ്പോഴത്തേനും ആളാകെ മാറിപ്പോ. ഈ ഡ്രസ്സ് ഓർത്ത് വെച്ചോ, ഈ ആളെയാണ് നമ്മൾ കുറച്ചേരും കാണാൻ പോണേ. നോക്കി വെച്ച റെഫറൻസ് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചത് ഇവിടെ പണി തുടങ്ങുകയാണ്. ദൈവമേ കാത്തോണേ. ഞാൻ തൊട്ടപ്പുറത്ത് നല്ല ബോറടിച്ചിരിപ്പുണ്ട്. ലാസ്റ്റ് ടൈമാണ് ബ്ലാക്ക് ഹെയർ കാണാൻ പോകുന്നതെന്നാ പോലെ പറയുന്നത്. അപ്പൊ ഇനി കാണുന്നത് സൂപ്പർ ഹെയറിനായിരിക്കും. അടിപൊളി അടിപൊളി, സൂപ്പർ സുന്ദരി. ഇങ്ങനെയൊക്കെ നടക്കണ സ്വഭാവം മാറ്റി. അതെ, വാ തുറന്നാ പോയി. അടുത്ത ഒരാഴ്ചത്തേക്ക് കുളിയില്ല. ചെറിയ എന്താണ് ഞാൻ മുടി വെട്ടാൻ പോണെങ്കിൽ നല്ല സൂപ്പർ മുടിയൊക്കെ ആയിട്ട് ഞങ്ങൾ തൊട്ടിപ്പുറത്ത് മാ ഹോട്ടലുണ്ടല്ലോ, മാ ഹോട്ടലിലോട്ട് കയറി വല്ലതും കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കയറിയത്. ഇപ്പോൾ വൈകുന്നേരമായി, വിശന്നിട്ട് വയ്യ. അപ്പം ബിരിയാണി കിട്ടാൻ ചാൻസ് കുറവാണ്. അതിനാൽ ഞാൻ പൊറോട്ട ഓർഡർ ചെയ്യേണ്ടി വരും. എന്താ ചെറിയ ഓർഡർ ചെയ്യുന്നത്? അത് ശരി, നീ തീരുമാനിച്ചു കഴിഞ്ഞോ? മെനു ഒന്നും നോക്കുന്നില്ലേ? കൊള്ളൂല്ല, ഭയങ്കര പാൽച്ചവ കുത്തുന്നു. എനിക്ക് പശുവിന്റെ മുഖമൊക്കെ ഓർമ്മ. ചെറി, നീ ഒറ്റ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പശുവിന്റെ കാല് തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നത് എനിക്ക് പശുവിന്റെ ഫേസ് ഓർമ്മ. എനിക്കിപ്പോ ഓർമ്മ വന്നു.
എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ഞാൻ ആക്ച്വലി ഈ പോം പോം ഓർമ്മയുണ്ടോ? ഒരു സ്ട്രിംഗ് പോലെ ഞാൻ ഷീന്റെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ? ഞാനൊരു DIY ഡ്രസ് എന്തെങ്കിലും ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. എന്തായാലും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും തയ്ക്കുമ്പോൾ ഞാൻ കാണിക്കാവുന്നത്. ഇതാ ഞാൻ അതുകൊണ്ട് തയ്ച്ചത് ഒരു കഫ്താനാണ്. നാട്ടിലെ ഈ ചൂടിനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്പ്പിച്ചതാണ്. പിന്നെ ഇങ്ങനെ പോം പോം ഇങ്ങനെ അറ്റത്തെല്ലാം വെച്ചു. ഇവിടെ ഒരു യോക്ക് പോർഷനിൽ കട്ട് പീസായിട്ട് ഇങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് ദ ലുക്ക്. അപ്പം ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. ഇനിയിപ്പം വീട്ടിലേക്ക് പോവാന്ന് വിചാരിക്കുക. ലേറ്റായി. ഇത്രയും സമയം എടുക്കുമെന്ന് ആക്ച്വലി പ്രതീക്ഷിച്ചില്ലേ. അപ്പം ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഇന്നൊരു ഇവന്റ്ഫുൾ ഡേ ആയിരിക്കുമെന്ന്. ആ ഉദ്ദേശിച്ച ഇവന്റ്സ് ഒക്കെ ഇനി ഞാൻ നാളെ ചെയ്യാനാണ് പോകുന്നത്. നാളെ രാത്രിയിലാണ് ഫ്ലൈറ്റ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം അതിന് മുമ്പേ നാളെ ഇതിനേക്കാൾ ഇവന്റ്ഫുള്ളാണ്. ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഇവന്റ്ഫുൾ ആയിരിക്കും നാളെ. കുറെ കാര്യം അതല്ലേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പാർലറിൽ കയറി ഇറങ്ങിയപ്പോഴത്തേന് നൈറ്റായി. പിന്നെ എന്താണ് ഡേ ഇൻ മൈ ലൈഫ്? ഇനിയിപ്പം കടകളെല്ലാം ഓൾറെഡി അടച്ചു തുടങ്ങി. അപ്പം ഐ ഡോണ്ട് തിങ്ക് ഒന്നും നടക്കും, ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. സോ ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം ഞാൻ എന്നാൽ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ 2 days ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണാമല്ലോ. 2 days. വീട്ടിൽ ചെന്ന് മര്യാദയ്ക്ക് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നേരെ പാക്കിങ്ങിന് കയറി. ഈ ഇരിപ്പ് കണ്ടാൽ പറയുമോ ഹെയർ കട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന മുടിയാന്ന്. ഞാൻ തുണികളൊക്കെ ഇങ്ങനെ റോൾ ചെയ്താൽ വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സ്ഥലം കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. ഓക്കെ, അപ്പം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവന്റ് ഫുൾ ഡേ അത് നാളെയാണ്. ഓക്കെ, അപ്പോ നാളെ കാണാം. ഓക്കെ, ഇതാരാ? ഇത് വാര്യമ്പള്ളിയിലെ മീനാക്ഷിയാണോ? ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? റെഡിയാണോ? ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം പരിപാടികൾ ചെയ്ത് തീർത്തിട്ട് വേണം വൈകിട്ട് എയർപോർട്ടിലേക്ക് പോവാൻ. മെയിൻ പരിപാടി പാക്കിംഗ് ആണ്. പക്ഷെ അതിന് മുമ്പേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. ഹായ് മമ്മി. ഹായ്, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. എങ്ങോട്ടാ രാവിലെ തന്നെ? ഓ, ഏതാണ്ടൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ വണ്ടിയൊക്കെ എറിയുന്നതാണ്. യു ഹായ്, സുന്ദരിയാണല്ലോ, മുടിയൊക്കെ കൊള്ളാലോ. ഹായ് അപ്പ. ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നു. അത് ശരി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പയും ഞാനും കൂടെ ഫാർമസിയിലാണ് പോകുന്നത്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ വരെയുള്ള ഈ കാൽഷ്യം, വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങിക്കാനാണ്. അത് കഴിഞ്ഞ് നേരെ മഹാലക്ഷ്മിയിലേക്ക് വിട്ടു. ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് അധികം ഷോപ്പിങ്ങിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അവിടെ മൊത്തത്തിലൊരു ഓണമയായിരുന്നു. ഓണസമയമല്ലേ, ഇഷ്ടംപോലെ ഓണം ഔട്ട്ഫിറ്റ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ചെറിയ രീതിക്കുള്ള നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി. അപ്പയാണെങ്കിൽ രാവിലെ തന്നെ ആട്ടാനുള്ള കുറച്ച് തേങ്ങ കഴുകി പുറത്ത് ഉണക്കാൻ വെച്ചിരുന്നു. അത് അഴുക്കാവൂന്ന് പേടിച്ച് ഞങ്ങൾ ഓടി തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ ആ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് ചെറിയൊരു നാപ്പൊക്കെ എടുത്തു. എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇനിയിപ്പം ഞങ്ങൾ അടുത്ത കുറച്ച് പണിക്കായിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം. ഇപ്പം ഞാനും അപ്പയും കൂടെ മാത്രം കേട്ടോ പോകുന്നത്. കുറച്ച് ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസിയിൽ കൊടുത്തിരുന്നു. അവരടയ്ക്കുന്നതിന് മുമ്പ് ഓടിപ്പോയത് വാങ്ങിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ഉപ്പേരിയും ചിപ്സും ഒക്കെ വാങ്ങിക്കാതെ പോകുന്നത് എങ്ങനെയാ? അച്ചപ്പ എൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് കേട്ടോ. പിന്നെ തിരിച്ച് കുവൈറ്റ് ചെന്നിട്ടാണ് ഓണസദ്യക്ക് വിളമ്പാനായിട്ട് കുറച്ച് ശർക്കര വരട്ടിയും ഉപ്പേരിയും ഒക്കെ വാങ്ങിച്ചു. ഓട്ടം തന്നെയായിരുന്നു, ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വന്ന് പെട്ടെന്ന് പാക്കിംഗ് ഒക്കെ തീർത്തു. ഇനിയിപ്പം ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. ലേറ്റ് ആയില്ല, ബട്ട് ഓൺ ടൈം ആണ്. എന്നാലും ഇനി ലേറ്റ് ആവാതെ നമ്മൾ അടുത്ത പരിപാടിക്ക് കയറണം. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയാണ്. പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരു ചെറിയ ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ദലൈലാമയൊന്നുമല്ല, ഇത് നല്ല വീട്ടിലിടുന്ന ഉടുപ്പാ. എന്താ കുഴപ്പം ഗൈസ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉടുപ്പ് വീട്ടിലിടുന്നാണെന്ന്? ആണെങ്കിലും അപ്പയോട് പറയാൻ നിൽക്കണ്ട. നല്ല ഉടുപ്പാണ്,
വെളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇത് വിളിക്കും. ചില പട്ടികളൊക്കെ പട്ടിയൊക്കെ നിന്നെ വനജെന്ന വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ ചെറിയ രാത്രി പോകുന്ന വഴിക്ക് ഇനി വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ തിരുവല്ലയിലെ ആര്യാസിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ യാദൃശികമായിട്ട് മമ്മിയുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഫ്രണ്ടിനെ കണ്ടു. സൂസൻ ആന്റിയും ജോ അങ്കിളും അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ജോളി ആയിട്ടിരുന്ന് മസാല ദോശയും പൂരിയും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഈ ഒരു സമയമായപ്പോഴത്തേനും പതുക്കെ നമുക്ക് വിഷമമൊക്കെ ഇങ്ങനെ പൊങ്ങി തുടങ്ങുന്നുണ്ട്. 1.5 മാസം വീട്ടിൽ നിന്നിട്ട് പോവല്ലേ, എന്തായാലും സങ്കടം കാണും. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നേ. ഐ ഹാഡ് നോ ഐഡിയ ദാറ്റ് സിറ്റിംഗ് ടുഗദർ ആൻഡ് ലാഫിംഗ് അറ്റ് റാൻഡം സ്റ്റഫ് വിത്ത് മൈ പേരൻസ് ആൻഡ് സിബ്ലിംഗ്സ് would become a luxury after a certain point in life. ഇത് വായിച്ചപ്പോൾ I couldn't help but think how true it is. കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ ഇപ്പോഴാണ് ഞങ്ങൾ 5 പേരും കൂടെ കുറച്ച് ദിവസങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത്. It made me realize how much I miss them and how long it's been since we've all come together under one roof. Every day busy schedule മിസ് ചെയ്തു പോകുന്ന very precious moments. എല്ലാവരുടെ ഉള്ളപ്പം ഭയങ്കര അടിയും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടേതാണല്ലോ എന്നോർത്തുള്ള സ്നേഹം ഉണ്ടല്ലോ. ശരിക്കും ആ പോസ്റ്റിൽ വായിച്ച പോലെ തന്നെ ഇറ്റ്സ് എ ലക്ഷറി ടു ബി ഏബിൾ to spend time with your loved ones. നാട്ടിലെ ഫാമിലിയുടെ അടുത്തു നിന്നൊക്കെ മാറിയിരിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവും. And those who are able to spend time with your family, cherish it now. This is just a little reminder to appreciate the warmth and belongingness of being with your own. അങ്ങനെ കഴിഞ്ഞു. എൻ്റെ ഈ ഫാമിലിയെ നാട്ടിൽ വിട്ടിട്ട് ഞാൻ എൻ്റെ മറ്റേ ഫാമിലിയുടെ അടുത്തോട്ട് പോവാണ്. ദേ എൻ്റെ ഫ്ലൈറ്റ് പൊങ്ങി. അധികം വൈകാതെ ഇനി എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള അടുത്ത വെക്കേഷൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ ശരി ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. എന്താ എന്റെ ഉടുപ്പിന് വളരെ സൂപ്പർ ഉടുപ്പാ. ഇതൊക്കെ എന്റെ വ്ളോഗിൽ ഞാൻ ഇടും. ഇതൊക്കെ ഞാൻ എന്റെ വ്ളോഗിൽ ഇടുമ്പോ എന്റെ വ്യൂവേഴ്സ് ആ പപ്പ പറഞ്ഞത് ശരിയാണല്ലോ. അവളുടെ ഒരു കൂളിംഗ് ഗ്ലാസ് എന്താ കുഴപ്പം? വനമേ തന്തനേന്ന മലർകൾ കേട്ടേ വനമേ തന്തനേ തണ്ണീർ കേട്ടേ അമൃതം തന്തനേ ഇതേ ഞാൻ. ഈ പാട്ട് എനിക്കറിയാൻ പാടില്ല, വേറെ പാട്ടോ. ഗമ 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 സുറുമകൾ എന്തിന് മൈലാഞ്ചി എന്തിന് പൊന്നുകൂടത്തിന് പൊട്ടത്തിന് മകരി സരി പാൽ മണക്കുത് സനി നീ നിർത്തിക്കോ. പെണ്ണെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പാമഗമ തൊടി തൊടിയിലേതോ പൊന്നായിലേ പുലരി വേലൊളിപ്പൂ. ഇല്ല പാടുന്നില്ല, ഞാൻ ഒന്നും എടുക്കുന്നില്ല, ഒന്നുമില്ലല്ലോ എനിക്ക് കൊണ്ടുപോവാൻ. ഇവിടുത്തെ ഹ്യൂമിഡിറ്റി കാരണം മുടിയൊക്കെ ചെയ്തതൊക്കെ പോയി. നിന്റേതാ പോയത്? എന്റേത് പോയല്ലോ. കഴിഞ്ഞു. നമുക്ക് ഡാൻസ് നോക്കാം. നാളെ അതിനുള്ള സമയം നമുക്ക് വീഡിയോ എടുത്തല്ലോ. ഇത് ഓണാണോ? അച്ഛാ